ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ആസാമിലുള്ള ഇത് വിവേക് എക്സ്പ്രസ്. ഞാൻ പാലക്കാട് നിന്നും ഗുവാഹത്തി വരെ വന്ന ട്രെയിന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിന് ഇതാണെന്നാണ് തോന്നുന്നത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ട് ആസാമിലെ ഡിബ്രൂഗർ വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ഏതാണ്ട് 76 മണിക്കൂറായിട്ട് എടുക്കും ഇത് ഇവിടെ എത്തണമെങ്കിൽ. എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിന് ഇന്ത്യയിൽ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഗുവാഹത്തിക്ക് അടുത്തുള്ള, അതായത് ഈ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള പാൽത്താൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഞാൻ ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയം തന്നെ ഏതാണ്ട് ഒരു 10 മണി സമയത്ത്, രാവിലെ 10 മണിക്ക് സമയത്ത് ഞാൻ റെഡ് ബസ്സിൽ നോക്കിയായിരുന്നു. തവാങ്ങിലേക്ക് പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പം ബസ് നോക്കിയപ്പോൾ 2 ബസ് അവൈലബിൾ ആണ്. പിന്നെ 10 മണിക്ക് ശേഷം പിന്നെ 2 ബസ്സും കാണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 ബസ് സർവീസ് തന്നെ ഉള്ളൂ കേട്ടോ തവാങ്ങിലേക്ക്. ഇനി പോകാൻ കഴിയില്ല, ഇനി നാളെ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തിരിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നതാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ പാൽത്താൻ ബസാർ. ഞാനിപ്പോൾ പോകുന്നത് മേഘാലയയിലെ ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം റെഡ് ബസ്സിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ബസ്സിനാകെ 200 രൂപയുള്ളൂ ചാർജ്. മേഘാലയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് കേട്ടോ ഷില്ലോങ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഗുവാഹത്തി മുതൽ ഷില്ലോങ് വരെ എങ്ങനെയാണ് ആയിരിക്കുന്നത് വിചാരിക്കുന്നത്. പക്ഷേ കണ്ടത് വരെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഈ ബൈക്കുകാരെ ഈ അഭ്യാസങ്ങളാണ്, ഈ മാരക ശബ്ദങ്ങളായിട്ട് ചെറിയ പോയെന്നെ. ഏതാണ്ട് 3 മണിക്കൂർ എടുക്കുന്ന യാത്രയാണ് കേട്ടോ ഗുവാഹത്തിയിൽ നിന്ന് ഷില്ലോങ് വരെ. ഈ കാണുന്ന ലേക്കിൻ്റെ പേര് ഉമിയം ലേക്ക് എന്നാണ് കേട്ടോ. ഏതാണ്ട് ഷില്ലോങ്ങിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ പുറകിലായിട്ട്. എന്തായാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരണം ഈ ലേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതൊക്കെ ആ ലേക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് ഉമിയം ലേക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ആ വലത്ത് സൈഡ് കാണുന്ന ഭാഗങ്ങളൊക്കെ. ഷില്ലോങ്ങിൽ ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ ബസ് നിർത്തിയത്. എനിക്ക് കൃത്യമായിട്ട് സ്ഥലം അറിയില്ല. അവിടുന്ന് മാറിയിട്ട് ഞാനിപ്പം അഞ്ജലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ബസ്സും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞായറാഴ്ച അവൈലബിൾ അല്ല, ബസ്സില്ല. ഞാനിപ്പം ചിറാപുഞ്ചിയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. അത് അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ആകെ ഒരൊറ്റ ടാക്സി ഉള്ളൂ. ഇതന്നെ ഇനിയും ഒരു 4 പേരുകൂടി ആയാലേ ഉള്ളൂ ഇവരിവിടെ പോവുള്ളൂ. ഇന്നലെ ഞാൻ ചിറാപുഞ്ചിയിലേക്ക് പോയില്ല കേട്ടോ. ഞാനിപ്പം റൂം എടുത്ത് ഇവിടെ നിൽക്കായിരുന്നു. കാരണം ഞാൻ ഒരു 5 മണി വരെ അവിടെ നിന്നു, ആരും വരുന്നില്ല. പിന്നെ ഇനിയിപ്പം ചിറാപുഞ്ചിയിലേക്ക് പോയിക്കുകയാണെങ്കിൽ ആകെ വൈകിട്ട് അവിടെ എത്താനാവുള്ളൂ. പിന്നെ റൂം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഞാൻ പോകുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ലേക്കിൻ്റെ കാര്യം, ഉമിയം ലേക്ക്. ഞാനിപ്പോൾ പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷേ ബസ് സർവീസ് ഉണ്ട്, പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ അന്വേഷിച്ച് നടക്കുക. ഇപ്പോൾ ബസ് എവിടെയാണ് കിട്ടുക ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടെന്ന്. ഏതാണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഏതാണ്ട് 15 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഒരുപാട് സമയം വേസ്റ്റ് ആവും. ഇത് അറിയപ്പെടുന്നൊരു കത്തീഡ്രലാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പോയിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, അവിടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. എന്താ പറയുക, ഒരു നിശബ്ദമായൊരു സ്ഥലം. ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് ഞാനിപ്പോൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടന്നു ഞാനിപ്പോൾ വന്ന സ്ഥലത്ത്. ബസ് സർവീസ് ഇവിടെ അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ച സമയത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് ഷെയർ ടാക്സികളുണ്ട് ഗുവാഹത്തിയിലേക്ക് പോകുന്നത്. ഷില്ലോങ്ങിൽ നിന്ന് ഇവിടെ വരെ 80 രൂപ. ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന വെള്ളം, ചെറിയ സ്നാക്കുകൾ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെക്കുന്നത്. നല്ല അടിപൊളി ലേക്കാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ മേഘാലയയിൽ, അതായത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന അത്രയും തെളിഞ്ഞ വെള്ളത്തിൻ്റെ അത്ര തെളിഞ്ഞ വെള്ളമൊന്നുമല്ല, എന്നാൽ അടിപൊളി ഒരു ലേക്ക്. പക്ഷേ ഇവിടെയൊക്കെ ഈ വേലി കെട്ടിയിട്ടുണ്ട്, നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. ബൈക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. നമുക്ക് ടാക്സി പോലെ പോകുന്ന, അതിനെന്തോ ഒരു പേര് പറഞ്ഞവർ. ഞാൻ മുകളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലമാണ് കേട്ടോ അത്. ഞാൻ ഉള്ളോട്ടൊന്നും കയറുന്നില്ല, ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചെന്ന് മാത്രം. ഞാനിങ്ങനെ മുകളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് വലത്തേക്ക് ഒരു വഴിയുണ്ട് ഈ ലേക്കിലേക്ക്. ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് നമുക്ക് ഈ ലേക്കൊന്ന് കാണാം. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, വേറെ ആരുമില്ല. എനിക്ക് തോന്നുന്നു വേറെ ഈ ലേക്കിൻ്റെ ഈ ബോട്ട് സർവീസൊക്കെ ഉള്ള സ്ഥലങ്ങൾ വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തലേന്ന് രാത്രി കഴിഞ്ഞ ഓരോ പരിപാടീൻ്റെ, രാത്രിയാണെന്നറിയില്ല, തലേന്ന് കഴിഞ്ഞ ഓരോ പരിപാടീൻ്റെ ഓരോ അവശിഷ്ടങ്ങളാണ് അവിടെ, ഭക്ഷണത്തിൻ്റെ. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. 1960 അസം സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ച ഈ തടാകത്തിന് മറ്റൊരു പേരുണ്ട് കേട്ടോ. എന്താണ്? ബാരാപാനി തടാകം.
ഇവിടുത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഈ തടാകം. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ആ കെട്ടിയ ഡാം ഇവിടുന്ന് കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പം ഷില്ലോങ്ങിലേക്ക് നടന്നു പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒറ്റ നടക്കുന്ന കണ്ടിട്ടാവാം ഒരു കാറ് ഒരാൾ എനിക്ക് ലിഫ്റ്റ് തന്നു കാറിൽ. അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഷില്ലോങ്ങിൽ. ഇനിയിപ്പം ഇന്നിപ്പം വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.